ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഗോവയിലെ കടകൾ കാണാം. നമ്മൾ ഗോൾഡ് ബീച്ചിനടുത്തായിരുന്നു റൂം എടുത്തിരുന്നത്. അപ്പോൾ അവിടെ ചുറ്റുമുള്ള കടകളാണ് ഞാൻ കാട്ടാൻ പോകുന്നത്. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട് ഗൈസ്. ഇതാണ് അത്ഭുതപ്പെടുത്തിയ കാര്യം. ഇതെന്താണെന്നല്ലേ, ഇത് ക്യാഷു ആണ് ഗൈസ്. വളരെ വിലക്കുറവാണ് ഇവിടെ ക്യാഷുവിന്. നമ്മുടെ നാട്ടിൽ 700 ഹാഫ് കെ ജിക്കെങ്കിൽ ഇവിടെ വെറും 350 റുപ്പീസേ ഉള്ളൂ ഹാഫ് കെ ജി ക്യാഷുവിന് ഗൈസ്. നമ്മുടെ നാട്ടിലെ ചിപ്സൊക്കെ ഇങ്ങനെ വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ് കാണുക. ഇവിടെ ഓരോരോ കടകളിലും കൂടുതലായി കാണാൻ കഴിയുന്നത് ഈ ക്യാഷ്യൂസാണ് ഗൈസ്. കൂടുതലും ഇവിടെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഗോവൻ സ്വീറ്റ്സ് മുതലായ കാര്യങ്ങളാണ് ഈ കടയിലുള്ളത്. തൊലിയുള്ളതുണ്ട്, തൊലി കളഞ്ഞതുണ്ട്. പിന്നെ ഞാൻ ഈ കടയിൽ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശംഖ് കൊണ്ടുള്ള ഓരോ കാഴ്ച വസ്തുക്കളും. ഇതാണ് ശംഖ് കൊണ്ട് ഞാൻ പറഞ്ഞ ഓരോരോ സാധനങ്ങൾ ഗൈസ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട് ഗൈസ് ഇവിടെ. എന്താണെന്നറിയോ? അതായത് ചിരട്ട കൊണ്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ രൂപങ്ങളാണ്. ഇത് നോക്കൂ ഗൈസ്, ചിരട്ട കൊണ്ട് ഒരു ആമ ഉണ്ടാക്കിയിരിക്കുന്നു. ചിരട്ടയല്ല, സോറി ഗൈസ്, തൊണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിരട്ട കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുണ്ട് ഗൈസ്. നോക്ക്, ഗണപതിയെ കൊത്തി ഉണ്ടാക്കിയത്. ഇതെല്ലാം തേങ്ങയിൽ നിന്നാണ്. ഒരു തേങ്ങ ഫുള്ളായിട്ട് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഗൈസ്. ഈ കാണുന്ന ഗണപതിയുടെ രൂപങ്ങളും ഒക്കെ വളരെ മനോഹരവും അത്ഭുതം എന്നെ പെടുത്തി ഗൈസ്. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു. പിന്നെ ഗോവൻ സ്വീറ്റ്സാണ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ ഓരോ റേറ്റുകളും വളരെ കുറച്ച് റേറ്റാണ്. ഇലാച്ചി മുതലായതൊക്കെ വളരെ കുറച്ച് റേറ്റും നല്ല ക്വാളിറ്റിയുള്ള സാധനവുമാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ എല്ലാ കടകളിലും ക്യാഷ് മേടിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. ചിലയിടത്ത് നല്ലതാവില്ല, ചിലയിടത്ത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം വില ഒന്നാണ് എന്നുള്ളതാണ് ഗൈസ് മറ്റൊരു പ്രത്യേകത. അതായത് ക്യാഷിൽ തന്നെയുള്ള ഒരു ചോക്ലേറ്റാണ് ഈ കാണിക്കുന്നത്. ഇത് ക്യാഷുമാണ് ഇതിൻ്റെ ഉള്ളിൽ ഗൈസ്. നമ്മളിതൊരെണ്ണം വാങ്ങി നോക്കി. നല്ല സ്വീറ്റ്സാണ് ഇത്. ഗോവയിൽ പ്രത്യേകിച്ചും കിട്ടുന്ന ഒരു സ്വീറ്റ്സാണിത്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ മിഠായികളാണ് തേങ്ങ കൊണ്ടുള്ളത്. പിന്നെ ഹൽവകൾ, അതൊക്കെയാണ് ഇവിടെ കാട്ടുന്നത്. അതായത് ഓരോ ഹൽവകളാണ്. ബദാമിൻ്റെ ഉണ്ട്, പിസ്തയുടെ ഉണ്ട്. ഇത് ജാമാണ് ഗൈസ്. ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ജാമാണെന്ന് അങ്ങനെ പറയുന്നുണ്ട്. ജാമ് പിന്നെ ഗോവൻ സ്വീറ്റ്സ് എന്ന് പറഞ്ഞ് വേറൊരു സ്വീറ്റ്സ് തന്നെ കാട്ടുന്നുണ്ട്. പിന്നെ ഹണിയുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറേ ഉണ്ട് ഗൈസ്. ഇതെല്ലാം വളരെ വിലക്കുറവിൽ ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ഗൈസ്.